ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഉഷാറായിട്ട് എടുക്കണില്ലേ എല്ലാവരും? അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സമൂസേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അങ്ങനെ വെജിറ്റബിൾ സമൂസ ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല, കാരണം നമ്മളിതിൽ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി സമൂസയാണ്. ചിക്കൻ സമൂസ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ മസാലക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ കുറച്ച് സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊക്കെ സ്നാക്ക് നല്ല എളുപ്പം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വലിയൊരു സവാള ഇതേപോലെ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്നിങ്ങനെ മൊരിഞ്ഞ് വരണമെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. ഇനി ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഒരു 2 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതുമാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതേപോലെ പെരുംജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇടുന്നിട്ടൊന്നിങ്ങനെ വേവണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ വഴറ്റിയെടുക്കുക. നമ്മളിതിൽ ജീരകമൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഒരു കേരള സമൂസയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും അതിൽ വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരു മസാലയിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞെന്ന് കാണുമ്പോൾ നമ്മളിതിൻ്റെ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക. പിന്നെ ഈ നേരത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് കുരുമുളക് പൊടി ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്താണ്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നത് ഉടച്ചു കൊടുക്കണം. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് അങ്ങനെ വലിയ പേസ്റ്റായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അതിൽ കടിക്കാൻ കിട്ടണം, അതല്ല അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരിത്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. എനിക്ക് മല്ലിയില എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്ത് കിട്ടിയാലും അതിലൊക്കെ മല്ലിയില വാരിക്കോരിടണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സമൂസ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ പിടിക്കുക, എന്നിട്ട് ആ ഒരു എൻഡ് ഉണ്ടല്ലോ അതവിടെ ഇങ്ങനെ കാണണം. എന്നാലാണ് കറക്റ്റായിട്ട് ആ ഒരു ഭംഗിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു പൊസിഷനിൽ തന്നെ അത് പിടിക്കുക. പിന്നെ അതേപോലെ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടൊരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇതേ ഒരു ലെവലിൽ തന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഈ ഒരു എൻഡ് വരില്ലേ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂസ ഓരോന്നും നല്ല അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പിന്നെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഒരു 2 ആഴ്ച വരെ ഫ്രീസറിൽ ഇത് കേടാവാതിരിക്കും. പിന്നെ നമ്മളൊരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് നോമ്പിനൊക്കെ എളുപ്പമാണ്. ഇതേപോലെ
നമ്മൾ നോമ്പ് തുറക്കണ എപ്പോഴാണോ അതിനൊരു അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്താൽ മതിയാവും. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ സമൂസ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്